നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ റായ്ബറയിലെ മത്സരിക്കാനുള്ള തീരുമാനം കേരളത്തിലെ കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോണിയാഗാന്ധിയുടെ കുത്തകയായി വെച്ച റായ്ബറിലേക്ക് സമാജ്വാദി പാർട്ടിയുടെ കൂടി ശക്തമായ പിന്തുണ ഉള്ളതിനാൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ വിജയം ഉറപ്പാണ്, സുനിശ്ചിതമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് വയനാട് ഉപേക്ഷിച്ച് റായ്ബറയിലേക്ക് നിൽക്കാൻ രാഹുൽ ഗാന്ധി താല്പര്യപ്പെടുന്നത്. ഇത് വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് പോലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം റായ്ബറയിൽ കോൺഗ്രസിന് ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്, യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ റായ്ബറയിൽ സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിന് ഏറ്റവും അനിവാര്യമാണ്. UDF-ന് യഥാർത്ഥ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് വയനാട്ടിലാണ്. വയനാട് മുന്നിൽ കണ്ടാണ് മൂന്നാം സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറയിലേക്ക് മത്സരിക്കാൻ പോകുന്നതോടെ മുൻ നിലപാടിൽ നിന്നും ലീഗ് പിന്നോട്ട് പോകാനാണ് സാധ്യത. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട്. ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇവരെല്ലാം. വയനാടിന് വേണ്ടി ലീഗ് പിടിമുറുക്കുന്നതും ഇതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വയനാടിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാത്തതെന്ന് പലവട്ടം ലീഗിലെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇക്കാര്യം തന്നെയാണ് അണികളോടും ലീഗ് നേതൃത്വം വിശദീകരിച്ചിരിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ രാഹുൽ വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ ലീഗിന് മുൻ നിലപാട് പുനഃപരിശോധിക്കേണ്ടതായി വരും. യുവ നേതാക്കളെ മൂന്നാം സീറ്റിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം യൂത്ത് ലീഗ് ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാനാണ് സാധ്യത. ഇടതുപക്ഷത്തെ രണ്ടാം കക്ഷിയായ CPIക്ക് 4 സീറ്റുകൾ CPM-ന് വിട്ടു നൽകിയപ്പോൾ കാലങ്ങളായി ലീഗിനെ 2 സീറ്റുകളിൽ ഒതുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ഇതുവരെയായിട്ട് തന്ത്രം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇത് ലീഗിനെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇടതുപക്ഷത്തായിരുന്നു എങ്കിൽ പരിഗണന കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് ലീഗിലെ നേതാക്കൾക്ക് തോന്നാതിരുന്നിട്ടില്ല. ലീഗിലെ പല പ്രമുഖ നേതാക്കൾക്കിടയിലും ഈ ഒരു ആശയം വ്യാപകമാണ്. അവരത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോടും ലീഗിലെ അനുയായികളോടും തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ വയനാട് സീറ്റ് സംബന്ധിച്ച് ഉറച്ച നിലപാടാണുള്ളത്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ കോൺഗ്രസ് വയനാട് സീറ്റ് ലീഗിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ കോൺഗ്രസും ലീഗും തമ്മിൽ ഇടയാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലീഗ് ഇടതുപക്ഷത്തേക്ക് നേരെ പോകാനും സാധ്യത കൂടുതലാണ്. റായ്ബറയിൽ നിന്ന് വയനാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി റായ്ബറയിലെ പദവി രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചാൽ കോൺഗ്രസിന് വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് റായ്ബറേലി രാഹുൽ നിലനിർത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവാചകരും പറയുന്നത്. എന്നാൽ വയനാടിനെ രാഹുൽ കൈവിട്ടാൽ അതിന് UDF-ന് വലിയ കനത്ത പ്രഹരവും കനത്ത വിലയും നൽകേണ്ടി വരും. കാരണം ഒരുപാട് ചോദ്യങ്ങൾ UDF-നെ അലട്ടുന്നുണ്ട്. വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന പഴി രാഹുലിനും മാത്രമല്ല UDF-ലെ മുതിർന്ന നേതാക്കളും കേൾക്കേണ്ടി വരും. അവർ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ പോകുന്ന പ്രചാരണവും ഇതുതന്നെയായിരിക്കും. മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെന്ന് വയനാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു എന്നാണ് വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥിയായ ആനി രാജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരോട് കാണിച്ചത് ഏറ്റവും വലിയ നെറികേടിന്റെ നീതികേടാണെന്നും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്തൊരു പ്രവൃത്തിയാണെന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ പിന്നെ കേരളത്തിൽ ഒരു തിരിച്ചുവരവിന് UDF-ന് സാധ്യമല്ല. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ അത്തരമൊരു തിരിച്ചടി വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. UDF-നെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ ഇപ്പോൾ കഴുത്ത വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് BJP-ആണ്. BJP-ക്ക് നിലവിൽ വയനാട്ടിൽ വിജയം കൂടുതലാണ്. അവിടെ UDF-ഉം BJP-യും തമ്മിലാണ് കൂട്ടുകെട്ട് നടക്കുന്നത്. അതായത് അവിടെ BJP-യും UDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ വന്നാൽ അത് UDF-നും രാഹുൽ ഗാന്ധിക്കും വരുത്താൻ പോകുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. UDF ജനങ്ങളോട് സത്യം പറയേണ്ടി വരും, എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന കാരണം. അത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-ന് ഭയങ്കര തിരിച്ചടിയാകും. കാരണം BJP ആയാലും CPM ആയാലും രാഹുൽ ഗാന്ധി ജനങ്ങളെ വഞ്ചിച്ചു എന്ന വാചകം വെച്ചിട്ടായിരിക്കും അവർ പ്രചാരണം നടത്താൻ പോകുന്നത്.